എല്ലാ വിദ്യാർത്ഥികളുടെയും ആഗ്രഹമാണ് ലക്ഷങ്ങൾ സാലറി ലഭിക്കുന്ന ജോലി ലഭിക്കണം, ഏറ്റവും നല്ല മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യണത്. അങ്ങനെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കേണ്ട രണ്ട് സ്ഥാപനങ്ങളാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. ഇപ്പോൾ NIT ആണ് നമുക്കറിയാം, കാലിക്കറ്റ്. കുറേ ആളുകൾക്ക് അറിയില്ല എങ്ങനെയാണ് ഒരു അഡ്മിഷൻ ലഭിക്കുക, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്നൊക്കെ. IIT-യിലും NIT-യിലും കാര്യമായിട്ടുള്ളത് നമുക്ക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിലാണല്ലോ പഠിക്കാനുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അവിടെ BTechകൾക്ക് അല്ലെങ്കിൽ BEക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുക? അതിന് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമിനേഷൻസ് ഉണ്ട്. JEE, ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നാണ് അതിൻ്റെ പേര്. ഒരു വർഷത്തിൽ 2 തവണ JEE മെയിൻ നടക്കും, 1 തവണ JEE അഡ്വാൻസ് നടക്കും. എന്താണ് JEE മെയിനും JEE അഡ്വാൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, JEE മെയിൻ 2 തവണ, ഇപ്പോൾ ഈ വർഷത്തെ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി അടുത്തൊരു എക്സാമിനേഷൻസ് ഏപ്രിലാണ് നടക്കുക. അപ്പോൾ ഈ ഫെബ്രുവരി മുതൽ അതിൻ്റെ ആപ്ലിക്കേഷൻ വിളിച്ചു തുടങ്ങും. ഈ JEE മെയിൻ്റെ സ്കോർ അനുസരിച്ചിട്ടാണ് NIT, IIIT ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുക. JEE മെയിൻ്റെ സ്കോറാണ് പരിഗണിക്കുക. ഈ JEE മെയിനിൽ 50% സ്കോർ നേടിയ ആളുകൾക്ക് JEE അഡ്വാൻസിലേക്ക് സെലക്ഷൻസ് കിട്ടും. ആ JEE അഡ്വാൻസിലും നല്ല സ്കോർ നേടുന്ന ആളുകളാണ് നേരത്തെ പറഞ്ഞ IIT-യിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഒരുപാട് സ്ഥലത്തുണ്ട്, ഡൽഹി, പാട്ന ഒക്കെ പറഞ്ഞ് ഒരുപാട് സ്ഥലത്തുണ്ട്. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുക എന്ന് പറയുന്ന ആരായിരിക്കും? ഈ JEE അഡ്വാൻസ് വഴി അഡ്മിഷൻ ലഭിക്കുന്ന ആളുകളാണ്. ഈ എക്സാമിനേഷൻ നടത്തുന്നത് NTA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് അതോറിറ്റി ആണ്. അതെന്ത് ചെയ്യുക, ഈ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുക. അതിനുശേഷം ജോസ വഴി അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കും. ഇങ്ങനെ നമുക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ, IIT-യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് ലഭിക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ നാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥാപനമാണ് IIIT, NIT ഒക്കെ. അപ്പോൾ അത്ര സ്ഥാപനങ്ങൾ നമ്മൾ പഠിക്കാൻ നോക്കുക. കീം എക്സാമിനേഷൻസ് എല്ലാം ഇതുണ്ട് കേട്ടോ. കീം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് IIT-യിൽ അഡ്മിഷൻ കിട്ടുമോ അല്ലെങ്കിൽ NIT-യിൽ അഡ്മിഷൻ കിട്ടുമോ, IIIT-യിൽ അഡ്മിഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. കീം നിങ്ങൾക്ക് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ചെറിയ ഇൻഫർമേഷനാണ്, ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അറിയില്ല എന്നുള്ളതാണ്. കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ദ ക്ലാരിറ്റി മെൻറ്റർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.